പോയെന്ന് തോന്നട്ടാ ആളെ കടാന്റെ നടക്കുന്നു മാവിന്റെ വീട്ടില്. ദൈവമേ ഇയാള് പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. മെർലിൻ വരാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ കിടന്ന് പട്ടണി കിടന്ന് ചാവത്തേ ഉള്ളൂ. അവള് വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കണെന്ന്. കൊച്ചാണെങ്കിൽ എങ്ങോട്ട് പോയെന്നും പറഞ്ഞില്ല. എന്തായാലും നീ വാ, അവിടെ കിടക്കട്ടെ. മോളെ ഇങ്ങനെ കരയല്ലേ. മെർലിൻ ദൂരെ എങ്ങും പോയിട്ടുണ്ടാവത്തില്ല. മെർലിനെ കണ്ടില്ലെങ്കിലേ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് മോളാണെന്ന് അവക്കറിയാം. അവളിങ്ങി വരും. എന്നാലും അവളൊരു വാക്ക് പോലും എന്നോട് പറയാതെ എവിടെ പോയി കിടക്ക ഇത്? ആന്റി, ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ പറയുകയാണ്. വീട്ടിലെപ്പം നോക്കിയാലും അങ്കിള് മെർലിനെ കുറ്റപ്പെടുത്തുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യും. അത് സ്വാഭാവികമാണ്. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ ചേച്ചി? ആ വീട്ടിൽ ആപ്പാട് അവൾക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് ആൻറ്റിയാണ്. പക്ഷെ ആ ആൻറ്റി തന്നെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവളെ കുറ്റപ്പെടുത്താറുണ്ടെന്ന് അവള് പറഞ്ഞു. എന്റെ മോനെ, എല്ലാ അർത്ഥത്തിലും ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതിന്റെ പേരിൽ അങ്ങേരത് എന്തോരം കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ എനിക്ക്? അങ്ങേർക്ക് അവളെന്ന് വെച്ചാൽ ജീവനാ. പക്ഷെ അങ്ങേരെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഉപദ്രവത്തിന്റെ രൂപത്തിലാണെന്ന് മാത്രം. എന്നാലും മെർലിൻ ചേച്ചി എവിടെ പോയോ എന്തോ, വെറുതെ നമ്മളെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് എന്തൊരു ടെൻഷൻ? ടെൻഷൻ എനിക്കാണ്. കേസ് വരാൻ പോണത് എന്റെ പേരിലാണ്. അങ്ങനെ ചിലപ്പോ FBI കൊണ്ടുവരെ വേണമെങ്കിൽ അന്വേഷിപ്പിച്ചെന്നിരിക്കും. FBI അമേരിക്കയിലല്ലേടാ? തന്നെ ചേച്ചി, അങ്ങനെ അതും ചെയ്യും. അങ്ങനത്തെ ഒരു സൈക്കോണത്. സോറി ആന്റി. എന്നാലും நம்ம மெர்லின் இப்படி செய்வான்னு நான் கனவுல கூட எதிர்பார்க்கல. അല്ല, എന്ത് പറ്റി? நம்ம மெர்லிനെ കാണും. മെർലിൻ കൊച്ചേ, നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എവിടെ പോയി കിടക്കുവായിരുന്നു? നീ രാവിലെ വീട്ടിൽ കയറി വന്ന് നാളെ കൊല്ലാനാണ് എങ്ങോട്ടോ ഇറങ്ങി പോയത്. അയ്യോ ദാദാ കൊണ്ടുപൊക്കോ എങ്ങോട്ടാന്ന് വെച്ചാ. മോളെ, നീ എവിടെ പോയി കിടക്കുവായിരുന്നടി? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതല്ലേ നീ? ഡാഡി എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണോ? മമ്മി ഒന്ന് വിട്ടേ. ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയതൊന്നല്ല. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരാൻ തന്നെ ഇരുന്നതാ. പക്ഷെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന കാര്യം ഓർത്തപ്പോഴേ പുറത്തുപോയി. അതാ ഞാൻ പിന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നേ. അല്ല, മമ്മി എന്താ ഇവിടെ? ഡാഡി മമ്മീനെ ഇറക്കി വിട്ടാ? മമ്മി മാത്രമല്ല, നീ ഇങ്ങോട്ട് വരുന്ന വഴിക്കാ മാവന്റെ വീട്ടിലെ ഒരു മനുഷ്യൻ വളവായിട്ട് കിടപ്പുണ്ടായിരുന്നു. കണ്ടില്ല നീ? ആര്? നിന്റെ ഡാഡി. ഡാഡി ഇവിടെ ഉണ്ടാ? உன்னோட டாடி வந்து சொல்றாரு நம்ம கேசு தான் உன்னை கடத்தி வச்சிருக்காங்கன்னு. എന്തോന്ന്? കേശേട്ടൻ ചേച്ചീനെ കിഡ്നാപ്പ് ചെയ്തെന്നാണ് അങ്കിള് പറയുന്നത്. ആര്? ഇവനാ? ഇവനാ അതിനുള്ള ധൈര്യമൊന്നുമില്ല. ബെസ്റ്റ്. മോളെ കിട്ടിയിട്ടേ പോകത്തുള്ളൂ പറഞ്ഞോണ്ടേ മോടെ അപ്പച്ചൻ അല്ല മോടെ ഡാഡി ഇവിടെ ഉണ്ട്. യോ, എന്തൊരു പ്രഹസനമായിരുന്നു എന്തോ ഇത്ര നേരം ഇവിടെ കിടന്ന്. ഇതിലും ഭേദം വെടികൊണ്ട പന്നി വീട്ടിൽ കയറണായിരുന്നു. ഗതികേട് കാരണം പറഞ്ഞു പോണതാണ് എന്റെ പൊന്നാൻറ്റി. ഏത് നേരത്താണാവോ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? ആ വഴി അങ്ങ് പോയാ മതിയായിരുന്നു. മോളെ വാ, നമുക്ക് ഡാഡി ഒന്ന് പോയി കണ്ടിട്ട് വരാം. വാ. ഞാനില്ല. അതെന്താ? നീ വാ ഇങ്ങോട്ട്. ഞാനില്ല. മമ്മി പോയാ മതി അങ്ങോട്ട്. എന്റെ പൊന്നു മോളെ, മക്കളൊന്ന് ചെല്ല്. ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ല. മമ്മി പൊക്കോ. ആന്റി ഇതെല്ലാം ഞാൻ വിളിച്ചോണ്ട് വരാം. ആ, എന്ന് ഇവള് വന്നാലും ഞാൻ അങ്ങനോട് ഇന്ന് പറയട്ടെ. നീ ഇങ്ങോട്ട് മാറി. ഇങ്ങോട്ട് നീ അല്ലേ ഞാൻ മണ്ടടിച്ചാ മുളകും കേട്ടാ. നീ കുടുംബക്കാരോട് ആളെ കൊല്ലാൻ നോക്കിയാണാ? ഇത്രയും നേരം കൊണ്ടേ ഞാൻ സെൻട്രൽ ജയിലിന്റെ അഴിയെണ്ണുന്നവരെ സ്വപ്നം കണ്ട അറിയോ? എല്ലാം കൂടെ കയറി വരും നെഞ്ചത്ത് കയറിയിരുന്ന് പൊങ്കാല ഇടാനായിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഇനി ഇതേപോലെ എവിടെങ്കിലും. എന്താ നീ ആരെയും ഭരിക്കാൻ വരുന്നേ? കൂടുതലും മുട കാണിച്ചാലുണ്ടല്ലോ, നീ എന്നെ കടത്തിക്കൊണ്ടുപോയി നിന്റെ അടിയോട് പറയും. ആ, വിശ്വസിക്കട്ടെ. ഞാൻ അങ്ങോട്ട് പോയാലോ? നടക്ക്. ഓ ആ, എന്താ ഒരുമാതിരി എല്ലാരും മരണ വീട്ടിൽ നിൽക്കുമ്പോഴേ നിക്കണത്?
വിളിക്കണില്ലേ? വിളിക്കാൻ തോന്നുന്നില്ലടാ. വിളിച്ചു കഴിഞ്ഞാലേ നമുക്ക് സ്വൈരം തരത്തില്ലല്ലോ. വലിയ കോടീശ്വരനാ, കിടക്കണ കിടപ്പ് വേണ്ട. എ സിക്കകത്ത് കിടന്നുറങ്ങിയല്ലോ ശീലം. ഇപ്പൊ കിടക്കണ നോക്കിയേ മാവിന്റെ ഓട്ടില്. പാവം തളർന്ന് ക്ഷീണിച്ച് കിടന്നുറങ്ങിയതാ കേട്ടോ. ആന്റി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, വിളിക്ക്. വിളിക്കും മോളെ, വിളിക്ക്.